ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റ് ക്ലാസ് റോക്കറ്റായ വിക്രം-1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ പാഡിൽ നിന്നും ആഗമൻ എന്ന് പേരിട്ട ഈ ചരിത്ര ദൗത്യത്തിന് മുന്നോടിയായി പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ വ്യോമ നാവിക ഗതാഗത നിയന്ത്രണ ഏജൻസികൾ പ്രത്യേക മുന്നറിയിപ്പുകൾ പുറപ്പെടുവിപ്പിക്കുകയും റോക്കറ്റിന്റെ സഞ്ചാരപഥത്തിൽ നിയന്ത്രണ മേഖലകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ കൗണ്ട് ഡൗൺ ഒരു ഘട്ടത്തിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും വിദഗ്ധ ശാസ്ത്രജ്ഞരുടെ കൃത്യമായ ഇടപെടലുകളിലൂടെ പോരായ്മകൾ പരിഹരിച്ച് നിശ്ചയിച്ച സമയത്ത് തന്നെ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിക്കുകയായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥം പേരിട്ടിരിക്കുന്ന ഏകദേശം 7 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള, അതായത് 20 മീറ്ററിലധികം ഉയരമുള്ള ഈ റോക്കറ്റിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഭാരം കുറയ്ക്കുന്നതിനും ദൃഢതയ്ക്കുമായി കാർബൺ കോമ്പോസിറ്റ് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിനുകളും ഉയർന്ന ത്രസ്റ്റുള്ള സോളിഡ് റോക്കറ്റ് മോട്ടോറുകളും ഉൾപ്പെടുന്ന പ്രൊഫഷണൽ സിസ്റ്റം നിർമ്മാണ ചെലവും സമയവും ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നതിനൊപ്പം ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് 350 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ കൃത്യതയോടെ എത്തിക്കാൻ വിക്രം-1നെ പ്രാപ്തമാക്കുന്നുണ്ട്. ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് വലിയ റോക്കറ്റുകളെ ആശ്രയിക്കാതെ കുറഞ്ഞ ചെലവിൽ അതിവേഗം വിക്ഷേപം സാധ്യമാക്കുന്ന ഒരു ഓൺ ഡിമാൻഡ് ബഹിരാകാശ ടാക്സിയായി വിക്രം-1 പ്രവർത്തിക്കും. തദ്ദേശീയവും അന്തർദേശീയവുമായ സാങ്കേതിക വിദ്യാ പ്രദർശനത്തിനായി ഗ്രഹാസ്പേസ്, കോസ്മോസർവ്, ഡെക്യൂബ്, സ്കൈറൂട്ടിന്റെ സ്വന്തം സ്കോപ്പ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന പെലോഡുകൾക്കൊപ്പം വർദ്ധിച്ചു വരുന്ന ബഹിരാകാശ മലിനീകരണം നേരിട്ട് ബഹിരാകാശം വൃത്തിയാക്കാൻ സഹായിക്കുന്ന അത്യാധുനിക റോബോട്ടിക് കൈകളും പരീക്ഷണാർത്ഥം ഈ റോക്കറ്റ് വഹിച്ചിരുന്നു. 2022 നവംബറിൽ വിക്രം-S എന്ന സബ് ഓർബിറ്റിൽ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ കമ്പനി എന്ന ബഹുമതി സ്വന്തമാക്കിയ സ്കൈറൂട്ട് അതിൽ നിന്നുള്ള സാങ്കേതിക പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഓർബിറ്റൽ ക്ലാസ് ശേഷിയുള്ള വിക്രം-1 വികസിപ്പിച്ചെടുത്തത്. ഈ വിജയം കമ്പനിയുടെ വാണിജ്യപരമായ വളർച്ചയ്ക്ക് പുതിയ വേഗത നൽകും. 2020 ബഹിരാകാശ മേഖല സ്വകാര്യ പങ്കാളികൾക്കായി തുറന്നുകൊടുത്ത ഇന്ത്യൻ നയരൂപീകരണത്തിന്റെ വലിയൊരു വിജയമാണ് വെറും 6 വർഷത്തിനുള്ളിൽ ഒരു സ്വകാര്യ സ്റ്റാർട്ടപ്പ് സ്വന്തമായി ഓർബിറ്റൽ റോക്കറ്റ് നിർമ്മിച്ച് വിക്ഷേപിക്കുന്നതിലൂടെ തെളിയിക്കപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി പരിമിതമായ വിക്ഷേപണ വാഹനങ്ങൾ ഉപയോഗിച്ച് ദേശീയ സുരക്ഷ, ശാസ്ത്രീയ പര്യവേക്ഷണങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, വാണിജ്യ ഉപഗ്രഹ വിന്യാസം തുടങ്ങിയ ഒട്ടനവധി ആവശ്യങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുകയും സർക്കാർ പലോഡുകൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന ISROയ്ക്ക് ഇത്തരം സ്വകാര്യ റോക്കറ്റുകളുടെ വരവോടെ വലിയ ആശ്വാസമാകും. ചെറിയ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപം സ്വകാര്യ മേഖല ഏറ്റെടുക്കുന്നതോടെ ISROയ്ക്ക് ഗഗൻയാൻ, ചന്ദ്രയാൻ, ആദിത്യ തുടങ്ങിയ വൻകിട ശാസ്ത്രീയ പ്രോഗ്രാമുകളിലേക്ക് കൂടുതൽ ശ്രദ്ധയും വിഭവവും മാറ്റാൻ സാധിക്കും. കുറഞ്ഞ ചെലവിലുള്ള ഈ വിക്ഷേപണ സംവിധാനം അതിവേഗം വളരുന്ന ആഗോള ചെറുകിട ഉപഗ്രഹ വിക്ഷേപണ വിപണിയിലെ വലിയൊരു പങ്ക് ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും ഇന്ത്യയിലെ 100 കണക്കിന് മറ്റ് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കാനും വിപണിയിൽ എത്തിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വാതിലുകൾ തുറക്കും. വിക്രം-1ന്റെ വിജയത്തെ ഇന്ത്യൻ ശാസ്ത്ര ലോകവും ഭരണാധികാരികളും ഏറെ ആവേശത്തോടെയാണ് വരവേറ്റത്. ISRO ചെയർമാൻ സ്കൈറൂട്ട് ടീമിനെ അഭിനന്ദിക്കുകയും ഇത് ഇന്ത്യയുടെ ബഹിരാകാശ എക്കോസിസ്റ്റത്തിന്റെ കരുത്താണ് കാണിക്കുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിവേഗം വളരുന്ന ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയെ ഒരു മുൻനിര ശക്തിയാക്കി മാറ്റാൻ ഇത്തരം സ്വകാര്യ മുന്നേറ്റങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നും ഇന്ത്യൻ മണ്ണിൽ നിന്ന് സ്വകാര്യ കമ്പനികൾക്ക് ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റുകൾ വിജയകരമായി വിക്ഷേപിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതിലൂടെ ആഗോള ബഹിരാകാശ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒരിക്കൽ കൂടി സുവർണ അക്ഷരങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണെന്നും ശാസ്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു.